അലർജി, ആസ്മ തുടങ്ങി ത്വക്ക് രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ 23 വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ്. സ്കിൻ ആൻഡ് അലർജി ഹോമിയോപ്പതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ചാലിപ്പാടം റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 8137973856. തോടുകളുടെ കയ്യേറ്റം ഒഴിപ്പിക്കുവാനുള്ള ജില്ലാ കലക്ടറുടെ നിർദ്ദേശം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ലഭിച്ചിട്ടും തോടുകളുടെ നേരെയുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെയും തോട് പൂർവ്വസ്ഥിതിയിലാക്കാതെയും വള്ളത്തോൾ നഗർ പഞ്ചായത്ത് അധികൃതർ. വള്ളത്തോൾ പഞ്ചായത്തിലെ 1 മുതൽ 16 വാർഡുകളിലുള്ള തോടുകളുടെ കയ്യേറ്റം ഒഴിപ്പിക്കുവാൻ വള്ളത്തോൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിരുന്നതാണ്. എന്നാൽ ആ നിർദ്ദേശം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇതുവരെ നടപ്പാക്കിയില്ല. അതുകൊണ്ടാണ് മഴക്കാലത്ത് തോടുകളുടെ ഒഴുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായത്. പല സ്ഥലത്തും തോടുകൾ പൊട്ടുന്ന അവസ്ഥയുണ്ടായി. തോടുകളുടെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാത്തതുകൊണ്ട് വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സം നേരിടുകയും കൃഷി നശീകരണം വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തോട് പൊട്ടിയൊലിച്ച് പാടത്തേക്ക് മണ്ണ് വീഴുന്ന അവസ്ഥ. തോടുകളിലെ കയ്യേറ്റങ്ങളും അനധികൃത നിർമ്മാണങ്ങളും ഒഴിപ്പിക്കുവാൻ, കൃഷിഭൂമി സംരക്ഷിക്കുവാനും ഇവിടെ നടപടിയില്ല. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ വാർഡ് 3 മുണ്ടനാട്ടു പാടശേഖരത്തിന്റെ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഏകദേശം 8 അടി വരുന്ന സംരക്ഷണ ഭിത്തിക്ക് സമീപം ഉണ്ടായിരുന്ന തോട് കയ്യേറി സ്വകാര്യ വ്യക്തിയുടെ മതിൽ നിർമ്മാണങ്ങളും തൊഴിലുറപ്പ് ഫണ്ട് ഉപയോഗിച്ച് വെള്ളം ഒഴുക്കേണ്ട തോടിന്റെ വീതി കുറച്ച് തോട്ടുചാൽ വീതി കൂട്ടി കോൺക്രീറ്റ് റോഡ് പഞ്ചായത്ത് അധികൃതർ നിർമ്മിച്ചു. 35 വർഷത്തോളം യാതൊരു കേടുപാടും ഉണ്ടാവാതിരുന്ന സംരക്ഷണ ഭിത്തി തോട് കയ്യേറിയതോടെ തോടിന്റെ ഒഴുക്ക് നിലച്ചു. തോട് വിവിധയിടങ്ങളിൽ പൊട്ടി തോട്ടിലൂടെ വെള്ളത്തിനൊപ്പം ഒലിച്ചു വന്ന കല്ലും മണ്ണും സംരക്ഷണ ഭിത്തിയിൽ തട്ടിയതും തകർച്ചയ്ക്ക് വഴിവെച്ചു. പുതുശ്ശേരി കരുവാൻപടി കൂട്ടുകൃഷി സംഘം കൃഷി ചെയ്യുന്ന നിലത്തേക്കാണ് തോട് പൊട്ടി മണ്ണും കല്ലുമെല്ലാം എത്തിയിട്ടുള്ളത്. മുണ്ടകൻ 2024-25 കൃഷിക്ക് പാടം പൂട്ടിത്തുടങ്ങി. എന്നിട്ടും തോട് പൊട്ടിയ ഭാഗങ്ങൾ സംരക്ഷിക്കുവാൻ ഇവിടെ നടപടിയില്ല. VCV ന്യൂസ്, ചെറുതുരുത്തി.